ഇന്നത്തെ എൻ്റെ യാത്ര ദക്ഷിണ കൈലാസമെന്നും മംഗല്യവരദായിനി ക്ഷേത്രമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പവിത്രമായ എറണാകുളം ജില്ലയിലെ കാലടിക്ക് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറന്നിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നു എന്നാണ് വിശ്വാസം. ഐതിഹ്യപ്രകാരം മഹാദേവനുള്ള നിവേദ്യ സാമഗ്രികൾ തിടപ്പള്ളിയിൽ വച്ചു വാതിലടച്ചു ശാന്തിക്കാരൻ തിരികെ പോരും. ഈ സമയം പാർവതി ദേവിയാണ് നിവേദ്യം ഒരുക്കുന്നത്. ശിവപാർവതിമാർ ഒരേ ശ്രീകോവിലിൽ അനഭിമുഖമായി വാണരുളുന്ന അപൂർവ ക്ഷേത്രമെന്ന ഖ്യാതിയും ശ്രീ മഹാദേവന്റെ തിരുനട എല്ലാ ദിവസവും തുറക്കുമെങ്കിലും ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്ന സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ഞങ്ങൾ ഇവിടേക്ക് വന്നത് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അധിക നേരം ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. ശ്രീകോവിലിലെ കർമ്മങ്ങൾ കഴിഞ്ഞു തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും. ഒരിക്കൽ അകവൂർ മനയിലെ അന്നത്തെ കാരണവർ തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിന്റെ രഹസ്യമറിയാനായി പൂജാസമയത്തിനു മുൻപ് തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി. ഭഗവാനായി നിവേദ്യം തയ്യാറാക്കുന്ന ദേവിയെ കണ്ടു ഭക്തപരവശനായ നമ്പൂതിരിപ്പാട് അമ്മേ ജഗദംബികെ എന്ന് ഉച്ചത്തിൽ വിളിച്ചുപോയി. കുപിതയായ ദേവി ഇനി തന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകില്ല എന്ന് അരുളി ചെയ്തു. മറ്റു ഭക്തർക്കായെങ്കിലും ഇവിടം വിട്ടു പോകരുതെന്ന് കരഞ്ഞപേക്ഷിച്ച നമ്പൂതിരിപ്പാടിനോട് അലിവ് തോന്നി ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം ദർശനഭാഗ്യം നൽകാമെന്നും നട അടഞ്ഞു കിടന്നാലും തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അനുഗ്രഹിച്ചു. ഇതിൻ പ്രകാരമാണ് പതിവായി തുറന്നിരുന്ന ശ്രീ പാർവതി ദേവിയുടെ തിരുനട ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 നാൾ മാത്രം തുറക്കാൻ തുടങ്ങിയത് എന്നാണ് വിശ്വാസം. കിഴക്ക് ദർശനമായി മഹാദേവനെയും പടിഞ്ഞാറ് ദർശനമായി ശ്രീ പാർവതി ദേവിയെയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ശ്രീ പാർവതി ദേവിയെയും സതീദേവിയെയും ഭദ്രകാളിയെയും ഒരു മതിൽക്കെട്ടിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഇത്. ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളിയാഴ്ച ആണ് ആരംഭിച്ചത്. ജനുവരി 13 വരെ ഈ നടതുറപ്പ് മഹോത്സവം ഉണ്ടായിരിക്കുന്നതാണ്. നടതുറപ്പ് മഹോത്സവ ദിവസങ്ങളിലെ ദർശന സമയം ഇങ്ങനെയാണ്: രാവിലെ 4 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ രാത്രി 9 വരെയും ആണ്. സ്വയംഭുവായ ശ്രീ മഹാദേവനെയും ശ്രീ പാർവതി ദേവിയെയും നടതുറപ്പ് വേളയിൽ ദർശനം നടത്തുന്ന ഭക്തജനങ്ങൾക്ക് മംഗല്യ സൗഭാഗ്യവും ഇഷ്ടസന്താന ലബ്ധിയും ദീർഘമംഗല്യവും കൈവരുമെന്നുള്ളതിനാൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീ പുരുഷ ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ ദർശനം നടത്തി സായുജ്യമടയുന്നു. ഈ തവണയാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ദേവിയെ കാണാനും പ്രാർത്ഥിക്കാനും കഴിഞ്ഞത്. കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് അത്ര നന്നായിട്ട് തൊഴാൻ സാധിച്ചില്ല. പക്ഷേ ഇത്തവണ നല്ല രീതിയിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഷോപ്പിംഗ് കൂടി നടത്തിയാണ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോയത്.